ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അച്ഛാ ഞാൻ ഇന്നുള്ളത് നമ്മൾ ഒഞ്ചത് സൈറ്റിലാണേ. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് വീഡിയോ ചെയ്ത് നമ്മൾ സൺഷെയ്ഡ് അടിച്ച് തുടങ്ങുന്നതിൻ്റെ വിശേഷങ്ങളല്ലേ. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ആ ഒരു വർക്ക് ഏത് സ്റ്റേജിലെത്തിയെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. രണ്ട് മച്ചാന്മാരാട് നിന്ന് വീഡിയോ എടുക്കുന്നത് നോക്കി നിൽക്കുന്ന കേട്ടാ. मैं वीडियो पकड़ेगा तुम जल्दी जल्दी तुम्हारा काम करो. ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നേ നമ്മളെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ ഉള്ള നിലവിലെ സ്റ്റേജ് ഏടെ എത്തിയത്. അതായത് നമ്മൾ വീഡിയോ എടുത്ത് ഇന്നേക്ക് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു വർക്കിൻ്റെ ഏത് സ്റ്റേജിൽ എത്തിയെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതുപോലെ അന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ ആ ഒരു അന്നത്തെ ആ ഒരു പിന്നെ സൺഷൈൻ്റെ വീതി കാര്യങ്ങളും അതുപോലെ തന്നെ ബീമിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നേരെ വീഡിയോയിലിട്ട് പോകാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നേരെ നമുക്കിനി വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മളെ വീഡിയോന് മാക്സിമം എന്താ പറയുക, കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് അറിയിക്കണം കേട്ടോ. നമ്മളിതാ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് നമ്മൾ സൺഷെയ്ഡ് അടിച്ച് ഈ കാണുന്ന പോലെ ഫുള്ള് സൈഡ് അടിച്ച് ഇപ്പോൾ ഇൻസൈഡ് അടിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇവിടെയൊക്കെ ഫുള്ളടിച്ച് ഫുള്ളടിച്ചടിച്ചടിച്ചടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് എല്ലാ ഭാഗവും നമ്മൾ സൺഷെയ്ഡ് അടിച്ച് ഇപ്പം നമുക്ക് ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞാൽ കാണുന്ന ആടെ ഒരു ചെറിയ പീസ്, പിന്നെ ഇതാ ഇവിടുന്ന് മുതൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നേരെ ഇവിടം വരെ നമുക്ക് സൈഡ് അടിക്കണം. പിന്നെ ഇവിടെ ഒരു അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പില്ലർ വന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു 2.60 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബീം കൊടുക്കുന്നുണ്ട്. കാരണം ഓവർ ഹൈറ്റിൽ ബീം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പൺ കിച്ചണിന് ഒരു ഭയങ്കര ഹൈറ്റ് ഫീൽ ചെയ്യും, തുറന്നിട്ട പോലെ ഉണ്ടാവുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2.60 ഇവിടെ ഒരു ബീം ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബീമിൻ്റെ അടിച്ചിട്ട് വേണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സൈഡ് വെക്കാനായിട്ട് കേട്ടോ. അതുപോലെ മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ബീമിൻ്റെ സൈഡൊക്കെ കണ്ട നൂല് കിട്ടേണ്ട, അതായത് നൂല് കെട്ടിയിട്ട് ഇത് ലെവൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോർണർ നമ്മൾ സ്പിരിറ്റ് ലെവലോ അല്ലെങ്കിൽ തൂക്കോ ഇട്ട് കറക്റ്റ് തൂക്കി വെച്ചിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു പില്ലറിൻ്റെ അടുത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മച്ചനാണേ പണിയെടുക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കറക്റ്റ് സ്പിരിറ്റ് ലെവലിൽ നമ്മൾ തൂക്ക് റെഡിയാക്കിയിട്ട് ഇതേപോലെ ഒരു കട്ട നൂലിൽ വെച്ച് കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു കട്ട വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുഭാഗം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് എവിടെയാണോ പുറത്തോട്ട് പോകാനുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ അകത്തോട്ട് വരാനുള്ളത് അത് നമ്മൾ ഈ ഒരു കട്ട വെച്ചിട്ട് ചെക്ക് ചെയ്യും കേട്ടോ. കാണിക്ക് ലേക്കാം വേണ്ട അവിടെ കറക്റ്റ് നൂലിന് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ. അങ്ങനെ വെച്ചിട്ട് പുറത്തോട്ട് ഈ കാണുന്ന പോലെ സപ്പോർട്ട് അടിച്ച് വെക്കും കേട്ടോ. ഇത് കൂടാണ്ട് നമ്മൾ ലോങ് ആയതുകൊണ്ട് തന്നെ നടുവിൽ 2 പൈപ്പിൻ്റെ കുത്ത് കൊടുത്തിട്ട് നമ്മൾ മണ്ണിന്ന് സപ്പോർട്ട് ചെയ്താൽ ഈ ഒരു ഭാഗത്തും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും എന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് അങ്ങ് നമ്മൾ കോനായിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങ് കോനായിക്ക് കൊടുത്തണ്ട പൈപ്പിൻ്റെ കുത്ത് വെച്ചിട്ട് അതേപോലെ പൈപ്പിൻ്റെ കുത്ത് വെച്ചിട്ട് നമ്മൾ പുറത്തോട്ടേക്ക് മറിഞ്ഞു പോകുന്നതിനുള്ള സപ്പോർട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കല്ല് കെട്ടുന്ന അവസരത്തിൽ ഇത് കാണാൻ കഴിയും നമ്മൾ ലിൻഡൽ വാർത്തേൻ്റെ മുകളിൽ നമ്മൾ ഒരു വരി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലിൻഡൽ കണ്ട ഒരു സ്ഥലത്ത് പോലും നമ്മൾ എന്താക്കില്ല, പുറത്തോട്ടേക്ക് ബൾജ് നിന്നിക്കില്ല കേട്ടോ. കറക്റ്റായിട്ടാണ് പോയത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോ സ്ലാബും ചെയ്യാനായിട്ട്. അതുപോലെ ഇവിടെ കണ്ടോ ഈ ഒരു ബീം ഇവിടെ തൂക്കിയടിച്ചാണേ. അതായത് ഇതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ ടൈറ്റാക്കി വെച്ചാൽ ഫുള്ള് മദാറ് ടൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് നമ്മളെ ബംഗാളി മച്ചന്മാർ കൊണ്ടുവിടുന്ന സമയത്ത് പുറത്തോട്ട് തിങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിട്ടൊക്കെ തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്ര സപ്പോർട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഇതുണ്ട് നമ്മൾ 50 സെൻറ്റിമീറ്ററാണ് ഒരു ഷീറ്റ് വരിക, പിന്നെ 10 സെൻറ്റിമീറ്റർ ഒരു പലക, അങ്ങനെ 60 സെൻറ്റിമീറ്റർ ആട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്ന സൺഷെയ്ഡിൻ്റെ വീതി. ഇതിങ്ങനെ കറക്റ്റായിട്ട് 60 സെൻറ്റിമീറ്റർ. അന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ കല്ല് വെച്ച് ഇങ്ങനെ ഈ ഒരു ബീം പോലെ ചെയ്യാനാണ്. അതായത് ഈ ഇത്രയും ലെങ്ത്തുള്ള സൺഷെയ്ഡ് ഇതിൽ ഭാഗം സപ്പോർട്ടിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബീം ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. അതായത് 6-4 റിങ് ഇട്ടിട്ട് അല്ലെങ്കിൽ 6-6 റിങ് ഇട്ടിട്ട് ഈ ഒരു സൺഷെയ്ഡിലേക്ക് കമ്പി ഇറക്കും. 10ൻ്റെ കമ്പി നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഇറക്കും. അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 12 10 മതി നമുക്ക്. കാരണം അത്ര ലെങ്ത്ത് അവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു മടക്ക് കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബീമിലേക്ക് നമുക്ക് എന്ത് ചെയ്താൽ 10ൻ്റെ കമ്പി ഇതിലേക്ക് പുറത്തോട്ടിട്ടിട്ട് അത് ബീം പോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കെട്ടുപിടി വരുന്നതിൽ പിന്നെ ഫുൾ സ്ട്രോങ് ആയിട്ടാണ്. അപ്പോൾ കണ്ട 2 ഭാഗത്ത് അടുത്തടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ബീം ചെയ്തിട്ടുണ്ടേ. അതുപോലെ ഇവിടെയൊക്കെയുള്ള സപ്പോർട്ട് ഉണ്ടോ
എന്താടാ താത്താടി മാറോടാ, താത്താടി മാറോ, താത്താടി കൂത്താടിയല്ല താത്താടി. സപ്പോർട്ട് ഉണ്ടോ, ഫുള്ള് സപ്പോർട്ട് കൊടുത്ത് ആധാറാക്കിക്കണ്ടേ. ഇനിയിപ്പോൾ ഈ കാണുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ തന്നെ അടിക്കണം കേട്ടോ. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പലകേൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു. അതുപോലെ മറ്റൊരു കാഴ്ച എന്ന് വെച്ചാൽ നമ്മളെ കല്ലിൻ്റെ ടോപ്പ് വശം കണ്ട കറക്റ്റ് വാട്ടർ ലെവൽ, എല്ലാ വശവും ഇങ്ങനെ കറക്റ്റ് വാട്ടർ ലെവലുണ്ട്. കറക്റ്റായിട്ട് വാട്ടർ ലെവലാണ്, ഒരു ലെവല് ഒരു വ്യത്യാസമില്ല. സൺഷൈഡ് അടിച്ചതിലും വ്യത്യാസമില്ല. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് അടിച്ചെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് നൂല് പിടിച്ചിട്ട് പുറത്ത് ഇങ്ങനെ സപ്പോർട്ട് അടിച്ചേട്ടാ. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് അടിച്ചെന്ന് വെച്ചാൽ നല്ല തേക്കുന്ന സമയത്ത് നല്ല കറക്റ്റ് കോലിടുന്ന സമയത്ത് ഒരേപോലെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൂലിട്ട് സ്ട്രെയിറ്റ് ആക്കി അടിക്കുന്നത്. അപ്പോൾ അത്രയും പർപ്പഷനായിട്ടാണ് നമ്മൾ ഓരോ വർക്കും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ലിൻഡിൽ നിറച്ചതിൻ്റെ എല്ലാം ഒരു വൃത്തിയുണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഫിനിഷിങ് നോക്ക്. കറക്റ്റ് 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എല്ലാവരുടെയും ഒരേപോലെ. അതുപോലെ നമ്മളെ കല്ലിൻ്റെ ഗ്യാപ്പിൽ നിറച്ചിരിക്കുന്ന കല്ലിൻ്റെ ഗ്യാപ്പ് വെച്ചിരിക്കുന്നത് എല്ലാ ഗ്യാപ്പും ഏകദേശം 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കംപ്ലീറ്റ് കുമ്മായി നിറഞ്ഞുണ്ടോ. കറക്റ്റായിട്ട് അത്ര വൃത്തിയിലാട്ടോ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല സപ്പോർട്ട് കൊടുക്കുന്നത് നിലത്തുനിന്ന് കൊടുക്കേണ്ട, നമുക്കിങ്ങനെ നേരെ നമ്മുടെ ലിൻഡലിൻ്റെ ബോട്ടത്തിൻ്റെ പലക നമ്മൾ വച്ചിട്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സപ്പോർട്ട് എടുക്കുന്നതാണെങ്കിൽ വേണ്ട, അത് മജ്ബൂസായിട്ട് കിടക്കും തന്നെ. സപ്പോർട്ട് നല്ല രീതിക്ക് കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ബീം ഒരു തുള്ളി പോലും പുറകോട്ടേക്ക് പോകില്ല. स्ट्रॉन्ग देखो, स्ट्रॉन्ग कितना स्ट्रॉन्ग आता है, ज़्यादा स्ट्रॉन्ग आता है. നമ്മളിതാ സൺഷെയ്ഡിങ് ചുമലിൽ അടിച്ച ഒരു രീതിയാട്ടെ കാണിക്കാൻ പോകുന്നത്. കാണുന്നുണ്ടോ, ചുമലിൽ നമ്മളിങ്ങനെ പറ്റടിച്ചിട്ട് അതിൻ്റെ മേലെ ചീതാന്തിട്ടിട്ട് നമ്മളിങ്ങനെ പുറത്ത് സ്പാൻ ഇടും കേട്ടോ. വലിയ രീതിയിലായിട്ട് നമ്മൾ സൺഷെയ്ഡ് മൊത്തമായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നത് ഉണ്ടോ. അപ്പോൾ ഒരു സ്പാന് പോവാത്ത സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ റണ്ണർ തന്നെയാണ് കേട്ടോ. കാരണം ഇത് ഒരു സ്പാന് കൊണ്ട് നീളം മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റണ്ണർ ജോയിൻറ്റ് കൂട്ടി അടിച്ചിട്ട് നമ്മൾ നേരത്തെ ഫിറ്റാക്കി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തിരിക്കുന്ന സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നാളെ നമുക്ക് കമ്പി പണിയാണ്. സൈഡ് കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം അടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ നമ്മളെ കമ്പി പണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളെ എങ്ങനെയാണ് നമ്മൾ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ 1 മീറ്റർ വീതിയിൽ സൺഷെയ്ഡ് അടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കമ്പി കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ നാളെ കമ്പീൻ്റെ പണിയെടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ, 1 മീറ്റർ സൺഷെയ്ഡിൽ എങ്ങനെയാണ് കമ്പി കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.